ഹായ് മക്കളെ, അപ്പോൾ +2 പബ്ലിക് എക്സാം ഡേറ്റ്, ടൈം ടേബിൾ കാര്യങ്ങളെല്ലാം വന്നു അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വന്നിട്ടുള്ളൊരു കാര്യമാണ് ഇത് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ഡേറ്റും കാര്യങ്ങളും അല്ലേ? അതായത് ആദ്യം തന്നെ പറയട്ടെ, +1 പബ്ലിക് എക്സാമിൻ്റെ ഡേറ്റ് അല്ലേ, അതെന്നാണോ അതാണ് നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു കാര്യം മക്കൾ ആദ്യം ഓർത്ത് വയ്ക്കുക. +1 പബ്ലിക് എക്സാം എന്താണ്, അതാണ് നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം. +1 പബ്ലിക് എക്സാമിന് ഓരോ സബ്ജക്റ്റിൻ്റെയും പേപ്പർ, ഓക്കെ, +1 കുട്ടികൾ ഏത് പേപ്പറാണോ എഴുതുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ പേപ്പർ. ഓക്കെ, അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റി വെക്കുക. ആദ്യം തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ കുറച്ച് സിമ്പിളാക്കി സെപ്പറേറ്റ് വേറെ തരും, അങ്ങനത്തെ ആ ഒരു മൈൻഡ് അല്ലേ, അങ്ങനെ പ്രതീക്ഷിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അതങ്ങോട്ട് മാറ്റി വെച്ചോളൂ. അങ്ങനെയല്ല, +1 സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നു അത് തന്നെയാണ് മക്കളും ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ അതിനുശേഷം നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ഡേറ്റ് വരുന്നത്. അതായത് നമ്മുടെ +1 കുട്ടികളുടെ ഡേറ്റ് വരുന്നത്. നിങ്ങൾക്ക് +2 പബ്ലിക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 6-നാണ് അല്ലേ, അവർക്ക് 5-ന് സ്റ്റാർട്ട് ചെയ്യും. സോ 5-ന് തന്നെ ഏതുണ്ട്, ശ്രദ്ധിച്ചോ, ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ഉണ്ട്. ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യുന്ന കുട്ടികൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ഉണ്ട്. ഓക്കെ, തൊട്ടടുത്ത് അതായത് നമുക്ക് എന്താ ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ട്. 7-ന് +2 കുട്ടികൾക്ക്, ഐ മീൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ള കുട്ടികൾക്ക് +2 പബ്ലിക് എക്സാം ആണ്. സ്റ്റാറ്റി ഇല്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ കുഴപ്പമില്ല. 5 കഴിഞ്ഞിട്ട് 9-നാണ് വരുന്നത്. ഐ മീൻ 9-ന് 3 ദിവസം ഗ്യാപ്പിൽ എന്തുണ്ട്, +1 വീണ്ടും ഇമ്പ്രൂവ്മെന്റ് എക്സാം അക്കൗണ്ടൻസി. മെജോറിറ്റി സ്റ്റുഡൻസും എഴുതാൻ വിചാരിക്കുന്ന അക്കൗണ്ടൻസി എന്താണ് 9-ാം തീയതിയാണ്. പക്ഷെ അവിടെ ഒരു ചെറിയ ഡിസ്റ്റ് ഉണ്ട്. 9-ന് +1 ഇമ്പ്രൂവ്മെന്റ് എക്സാം അക്കൗണ്ടൻസി എക്സാം കഴിയുന്നു തൊട്ടടുത്ത ദിവസം 10-ാം തീയതി. ഓക്കെ, തൊട്ടടുത്ത ദിവസം 10 ചൊവ്വാഴ്ച നിങ്ങൾക്ക് +2 ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാം ആണ്. തൊട്ടടുത്ത ദിവസം +1 അക്കൗണ്ടൻസി എഴുതി വരുന്നു, +2 പിറ്റേന്ന് +2 ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാം. റെഡി? ദെൻ അതിനുശേഷം നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം വീണ്ടും ഇമ്പ്രൂവ്മെന്റ് എക്സാം വരുന്നുണ്ട്. 11-ന്, ഐ മീൻ വെനസ്ഡേ, ലാംഗ്വേജ് 2. ഓക്കെ, ലാംഗ്വേജ് സബ്ജക്റ്റുകൾ ആരെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് തൊട്ടടുത്ത് തന്നെ ലാംഗ്വേജ് സബ്ജക്റ്റ് ഉണ്ട്. റെഡി? ദെൻ അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ +2 വീണ്ടും എക്സാം ആണ്. +2 വീണ്ടും എക്സാം ആണ്. ഏത് തേഴ്സ്ഡേ ലാംഗ്വേജ് സബ്ജക്റ്റ്. ഓക്കെ, ഹിന്ദി, മലയാളം തൊട്ടടുത്ത ദിവസം തന്നെ. ഓക്കെ, അതായത് നിങ്ങൾ നോക്കൂ, 9-ന് തുടങ്ങി കഴിഞ്ഞാൽ നിരത്തി നിങ്ങൾക്ക് എക്സാം ആണ്. ഓക്കെ, 9-ന് ഇമ്പ്രൂവ്മെന്റ് കഴിഞ്ഞു, പിന്നെ ബിസിനസ് സ്റ്റഡീസ് തൊട്ടടുത്ത ദിവസം +2. ദെൻ അതിൻ്റെ ശേഷം എന്താണ് ലാംഗ്വേജ്. ഓക്കെ, ഇമ്പ്രൂവ് ചെയ്യുന്ന കുട്ടികൾ കുറവായിരിക്കും എങ്കിലും ലാംഗ്വേജ് ഇമ്പ്രൂവ്മെന്റ് എക്സാം ആണ്. അത് തൊട്ടടുത്ത ദിവസം നമുക്ക് +2 ലാംഗ്വേജിന്റെ എക്സാം ആണ്. റെഡിയാണോ? ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വരുന്നത് അതിൻ്റെ തൊട്ടടുത്ത ദിവസം വീണ്ടും ഇമ്പ്രൂവ്മെന്റ് എക്സാം ഉണ്ട്. അതായത് വെള്ളിയാഴ്ച ബിസിനസ് സ്റ്റഡീസ്. കിട്ടി. പണിയാണ്. നിരത്തി എക്സാം ആണ്. ഓക്കെ, +2 ശ്രദ്ധിക്കുക, +2 സെക്കൻഡ് ലാംഗ്വേജിന്റെ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം എന്ത് വരുന്നു, ബിസിനസ് സ്റ്റഡീസ് ഇമ്പ്രൂവ്മെന്റ് എക്സാം ആണ്. +1 മെജോറിറ്റി കുട്ടികളും ചിലപ്പോൾ ബിസിനസ് ചെയ്യുന്ന കുട്ടികളായിരിക്കും. ഓക്കെ, അങ്ങനെ വെള്ളിയാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശനിയും ഞായറും ലീവ് ഉണ്ട്. തിങ്കളാഴ്ച വീണ്ടും വരുന്നു ഇമ്പ്രൂവ്മെന്റ് എക്സാം. തിങ്കളാഴ്ച CA കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അവിടെ 2 ദിവസം ഗ്യാപ്പിൽ എന്തുണ്ട്, നമുക്ക് പഠിക്കേണ്ടതുണ്ട് CA. പക്ഷേ തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും വരുന്നു +2-ന്റെ ഏത് മാത്സ് ഉള്ള കുട്ടികൾ. ഓക്കെ, സെറ്റ് മാത്സ് ഉള്ള കുട്ടികൾക്കാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, എന്താണ് CA മാത്സ് അല്ലേ, അത് സെപ്പറേറ്റ് ആണ്. അപ്പോൾ എന്താണ് മാത്സ് ആണെങ്കിൽ അവിടെ 2 ദിവസം ഗ്യാപ്പിൽ മാത്സ് ഇരുന്ന് പഠിക്കാം. ഇനിയിപ്പോൾ CA ഇമ്പ്രൂവ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ആ ഒരു ടൈം പീരീഡ് CAക്ക് വേണ്ടി കൊടുക്കേണ്ടി വരും. പിന്നെ നമുക്ക് വരുന്നു തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും ഇമ്പ്രൂവ്മെന്റ് എക്സാം, അതായത് വെനസ്ഡേ സ്റ്റാറ്റി ഉള്ള കുട്ടികൾക്ക് ഇമ്പ്രൂവ്മെന്റ് എക്സാം ആണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം വീണ്ടും +2. ഓക്കെ, +2 തേഴ്സ്ഡേ എന്തുണ്ട്, എക്കണോമിക്സിൻ്റെ പബ്ലിക് എക്സാം ആണ്. ഓക്കെ, +2-ൻ്റെ പബ്ലിക് എക്സാം ആണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. 19 കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് 24-നാണ് ഒരു 4 ദിവസത്തെ ഗ്യാപ്പ് വരുന്നുണ്ട്. 24-ന് നമുക്ക് +2 കുട്ടികൾക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ്. ഓക്കെ, അത് കഴിഞ്ഞ് വീണ്ടും നിങ്ങൾക്ക് എന്താണ് തൊട്ടടുത്ത ദിവസം. ഓക്കെ, തൊട്ടടുത്ത ദിവസം +1 ഇമ്പ്രൂവ്മെന്റ് എക്സാം വീണ്ടും വരുന്നു. തൊട്ടടുത്ത ദിവസം എന്ന് പറയുമ്പോൾ വെനസ്ഡേ തന്നെ ഇത് എക്കണോമിക്സ്. അപ്പോൾ +2 CA കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം എന്തുണ്ട്, എക്കണോമിക്സിൻ്റെ ഇമ്പ്രൂവ്മെന്റ് എക്സാം വരുന്നുണ്ട്. ഓക്കെ,
സെറ്റ്, റെഡി? യെസ്. പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം, അതായത് 25-ന് +1 ഇംപ്രൂവ്മെന്റ് എക്സാം എക്കണോമിക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം +2 26-ന് തേഴ്സ്ഡേ അക്കൗണ്ടൻസി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. +1 നോക്കുക, എക്കണോമിക്സ്. യെസ്, ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് എക്സാം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം +2 അക്കൗണ്ടൻസിയാണ്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് വീണ്ടും +1 ഇംപ്രൂവ്മെന്റ് എക്സാം ആണ്. തൊട്ടടുത്ത ദിവസം തന്നെ ഫ്രൈഡേ മാത്സ് ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ മാത്സിൻ്റെ ഇംപ്രൂവ്മെന്റ് എക്സാം. റെഡി? പിന്നെ അത് കഴിഞ്ഞ് യെസ് വീണ്ടും തൊട്ടടുത്ത ദിവസം +2 ഇംഗ്ലീഷ്. ഓക്കെ, മെജോറിറ്റി കുട്ടികളും ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റുകളുടെ തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ദിവസം യെസ് +2-ന്റെ എന്തുണ്ട്? യെസ്, മേജർ ആയിട്ടുള്ള നന്നായിട്ട് ടൈം വെച്ച് പഠിക്കേണ്ട സബ്ജക്റ്റിൻ്റെ എക്സാം ആണ് വരുന്നത്. ഓക്കെ, അക്കൗണ്ടൻസി വരുന്നതിൻ്റെ തൊട്ട് മുന്നേ നോക്കുക, എക്കണോമിക്സിൻ്റെ ഇംപ്രൂവ്മെന്റ് എക്സാം. പിന്നെ അതുപോലെ തന്നെ ഏതാണ്? ബിസിനസ് സ്റ്റഡീസിൻ്റെ ഇംപ്രൂവ്മെന്റ് വരുന്നു തൊട്ടടുത്ത ദിവസം തന്നെ. എന്ത്? യെസ്, സോറി, അതിൻ്റെ തൊട്ട് മുകളിൽ യെസ് ലാംഗ്വേജ് വരുന്നുണ്ട്. പിന്നെയോ അതിൻ്റെ തൊട്ടടുത്ത ദിവസം യെസ് വീണ്ടും എന്താണ്? CA-ൻ്റെ ഇംപ്രൂവ്മെന്റ് വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം എന്താണ്? ബിസിനസ് സ്റ്റഡീസ് കഴിഞ്ഞു, അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും മാത്സിന് വേണ്ടി ഒരു ടൈം അവിടെ വരുന്നുണ്ട്. യെസ്, പിന്നെ അതാണ് റെഡി. പിന്നെ അതുപോലെ തന്നെ അക്കൗണ്ടൻസിയുടെ ഫസ്റ്റത്തെ ഇംപ്രൂവ്മെന്റ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം +2 ബിസിനസ് സ്റ്റഡീസ് ആണ്. ഓക്കെ, റെഡി? അപ്പം മെജോറിറ്റി എക്കണോമിക്സിൻ്റെ കേസ്, ബിസിനസ് സ്റ്റഡീസിൻ്റെ കേസ്, അക്കൗണ്ടൻസിൻ്റെ കേസ് എല്ലാം ഏകദേശം എന്താണ്? നല്ലൊരു ടഫായിട്ടുള്ള യെസ് ടൈം ടേബിളാണ് നമുക്ക് വന്നിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഇതാണ് റിയാലിറ്റി. ഓക്കെ, യെസ്, ടൈം വളരെ കുറവാണ്. എക്സാമിനോടടിച്ച് കുറേ ഗ്യാപ്പൊക്കെ ഉണ്ട്, ഉള്ളിലിരുന്ന് പഠിക്കാം, ആ ടൈമിലിരുന്ന് പഠിക്കാം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും. യെസ്, പക്ഷേ അവിടെ ആയിരിക്കും മക്കളെ നിങ്ങൾ വിചാരിച്ചിട്ടുള്ള യെസ് നിങ്ങളുടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ഡേറ്റ് ഉണ്ടാവുക. ഓക്കെ, മനസ്സിലായല്ലോ? ഇതാണ് റിയാലിറ്റി. മനസ്സിലാക്കി വെച്ചോളാം. സോ ഇനിയുള്ള അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളുടെയും യെസ് ഇമ്പോർട്ടൻസ് മനസ്സിലായിക്കൊള്ളുക. മാക്സിമം ഡിസംബർ കഴിയുമ്പോഴേക്കും പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് സെറ്റായിട്ടിരുന്നോളുക. ജനുവരി മുതൽ ലാബ് എക്സാം ആണ്. ലാബ് എക്സാം കഴിയുമ്പോൾ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, മോഡൽ എക്സാം കഴിയുമ്പം പബ്ലിക് എക്സാമും ഇംപ്രൂവ്മെൻറ്റ് എക്സാമും സ്റ്റാർട്ട് ചെയ്യും. നല്ല രീതിക്ക് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ മതി. പാളിപ്പോയാൽ മതി. +2-ലും മാർക്ക് ഉണ്ടാവില്ല, +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനും മാർക്കില്ലാത്ത സ്ഥിതിയിൽ എത്തിപ്പോവും. സോ ഇനിയുള്ള ടൈം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇരുന്ന് പഠിക്കുക. ഓരോന്നിനും കൊടുക്കേണ്ട ടൈം കൊടുക്കുക. പഠിക്കാനിരിക്കുന്ന ടൈമിൽ ഇരുന്നോളുക. ഓക്കെ, ബൈ.